കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്നറിയാം. യു ഡി എഫിന് അഭൂതപൂർവമായിട്ടുള്ള മിന്നുന്ന വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരെങ്കിലും തന്നെ ഇത്തരത്തിലുള്ളൊരു വിജയമുണ്ടാകുമെന്ന് യു ഡി എഫുകാർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ പല നേതാക്കളും ഒരു 80-85 സീറ്റ് വരെയൊക്കെ കിട്ടിയേക്കാം, അല്ലെങ്കിൽ എന്താണെങ്കിലും ഭരണം കിട്ടിയേക്കാം, ഒരു 75 സീറ്റുകളിലേക്ക് എത്തിയേക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അവർക്കടക്കം വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ആർക്കും തന്നെ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ മുൻകൂട്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ആകെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ വി ഡി സതീശനാണ്. അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് എടുക്കാം. 100 സീറ്റുകളിലധികം നേടി വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രീപോൾ സർവേകളെല്ലാം തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മാതൃഭൂമിയുടെയും അതുപോലെ ന്യൂസ് മലയാളത്തിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും ഇതുപോലെ നിരവധി സർവേകളൊക്കെ തന്നെ വന്നിരുന്നു. ആ സർവേകളിലെല്ലാം തന്നെ ഒരു വലിയ ഫൈറ്റാണ് കാണിച്ചിരുന്നത്. വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ മിക്ക സർവേകളും പ്രീപോൾ സർവേകളിലെല്ലാം തന്നെ എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്കറിയാം വന്നിട്ടുള്ള എക്സിറ്റ് പോൾ സർവേകളുടെ ഫലങ്ങൾ നോക്കിയാലും മഹാഭൂരിപക്ഷ ഫലങ്ങളും ഏതാണ്ട് 10-15ഓളം ഏജൻസികൾ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടതിൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിലൊരു 12-13 സർവേകൾ പോലും വളരെ ചെറിയ ഭൂരിപക്ഷം 70-80 അടക്കമുള്ള ഭൂരിപക്ഷം യു ഡി എഫിന് വേണമെങ്കിൽ കിട്ടിയേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ യു ഡി എഫിന് ഒരു അനുകൂല തരംഗമുണ്ട് എന്നുള്ളത് മിക്കവാറും തന്നെ ആളുകൾ പറഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ ആകെ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഏജൻസി മാത്രമാണ് 90 സീറ്റുകളിലേക്ക് യു ഡി എഫ് എത്തും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവർ പോലും പറഞ്ഞിട്ടുള്ളത് 78-നും 90-നും ഇടക്ക് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉറപ്പ് അവർക്ക് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്തരത്തിൽ എല്ലാവരെയും തന്നെ ഞെട്ടിച്ചുകൊണ്ട്, യഥാർത്ഥത്തിൽ സി പി എമ്മിനൊക്കെ തന്നെ വളരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ്, സ്റ്റേറ്റ് ഇൻ്റലിജൻസിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് 102 സീറ്റുകളിലേക്കുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ 80 വയസ്സുണ്ട് പിണറായി വിജയന്. അദ്ദേഹം ഇനി പ്രതിപക്ഷ നേതാവാകാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പകരം അദ്ദേഹം ഒരു MLA ആയി തുടരുമായിരിക്കും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയില്ല. എന്താണെങ്കിലും ഒരു തുടർഭരണത്തിലേക്ക് സി പി എമ്മിനെ നയിച്ച വലിയ വിജയങ്ങൾ സമ്മാനിച്ച ഒരാളായി തന്നെ പിണറായി വിജയൻ ഏതാണ്ട് വിടവാങ്ങുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് പറയാതെ വയ്യ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പോലും ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ടായത്, പിണറായിയുടെ മണ്ഡലം നമുക്കറിയാം, അത് ധർമ്മടമാണ്. ധർമ്മടം വളരെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലമാണ്. പിണറായി വിജയനുള്ള ആര് നിന്നാലും അവിടെ ഒരു 20,000-25,000 വോട്ടിൽ കൂടുതൽ നേടി ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. പക്ഷേ ആ ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ 6 റൗണ്ടുകൾ വരെ VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള യുവ നേതാവ്, കോൺഗ്രസിൻ്റെ യുവ നേതാവ്, അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിൽ വന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മണിക്കൂറുകളായി പിണറായി വിജയൻ പുറകിലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് ഏറ്റവും ഒടുവിൽ അതിനെ മറികടക്കാൻ പിണറായി വിജയനായി 7ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന് അതിന് കഴിയുന്നത്. അതിനു മുമ്പ് ഏതാണ്ട് 2,500 വോട്ടുകളിലേക്ക് വന്നിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞ് 2,500 വോട്ടിന് പുറകിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഒരു 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം ഒരു 2,000 വോട്ടിന് പുറകിൽ പോയതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ 19,247 വോട്ടുകളുടെ മാർജിനിൽ ജയിക്കുന്നത്. ഈ മാർജിനിൽ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇത് തന്നെ ഒരു വലിയ വീഴ്ചയാണെന്ന് മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള 19,247 വോട്ടുകൾ എത്ര കുറവാണ് എന്നുള്ളത് അറിയുന്നത്. അവിടെ തന്നെ മത്സരിച്ച അദ്ദേഹത്തിന് കിട്ടിയത് 85,614 വോട്ടുകളാണ്. അദ്ദേഹത്തിന് വോട്ടുകളുടെ കാര്യത്തിൽ വലിയ കുറവുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ബാക്കിയുള്ള കണക്കുകൾ കൂടി പറയുമ്പോൾ മനസ്സിലാവും. 85,614 വോട്ടുകളാണ്. അതേസമയം VP അബ്ദുൾ റഷീദിന് കിട്ടിയത് 66,367 വോട്ടുകളാണ്. K രഞ്ജിത്തിന് കിട്ടിയത് 18,555 വോട്ടുകളാണ്. BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ 2021 എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 10,000 വോട്ടുകളുടെ കുറവുണ്ടായിരുന്നു. അതായത് പിണറായിക്ക് അന്ന് കിട്ടിയത് 95,522 വോട്ടുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ 10,000 വോട്ടുകളുടെ കുറവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 59% വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മേടിച്ചിരുന്നു. അതിൽ നിന്ന് വലിയ തോതിലുള്ള കുറവ് അദ്ദേഹത്തിനുണ്ടായി, തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് ചുരുക്കം. അവിടെ രണ്ടാമത് അന്ന് എത്തിയിട്ടുള്ള C രഘുനാഥിന് കിട്ടിയത് 45,399 വോട്ടുകളാണ്. 28% മാത്രമായിരുന്നു. CK പത്മനാഭനാണ് അവിടെ നിന്ന് മത്സരിച്ചത്. 14,269 വോട്ടുകൾ. BJPക്ക് അത്രയും തന്നെ കിട്ടിയുള്ളൂ. അതിൽ നിന്ന് BJPക്ക് ഏതാണ്ട് 4,000 വോട്ടുകൾ കൂടി ഇത്തവണ കൂടി. ഇതാണ് 2021 അവസ്ഥയെങ്കിൽ നിങ്ങൾ അറിയേണ്ടത്. ഇത് നമ്മൾ 2016 പോകുമ്പോൾ മറ്റൊരു ചിത്രവും കൂടി നമുക്ക് കാണാം.
അതായത് പിണറായി വിജയൻ അന്ന് നേടിയിട്ടുള്ളത് 87,329 വോട്ടുകളാണ്. അതായത് 2016 അദ്ദേഹം അവിടെ നിന്ന് 56.85% വോട്ടുകൾ മേടിച്ച് ജയിക്കുമ്പോൾ അദ്ദേഹത്തിന് ടോട്ടലി കിട്ടിയ വോട്ട് 87,329 അന്ന് മമ്പ്രം ദിവാകരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് അന്ന് 50,424 വോട്ടാണ്. അന്ന് അദ്ദേഹം ജയിക്കുന്നത് 37,000 വോട്ടുകൾക്കാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഏതാണ്ട് 37,000 വോട്ടുകൾക്കാണ്. അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥി അന്ന് പിടിച്ചത് 12,763 എന്ന് പറഞ്ഞാൽ 2016 അതുപോലെ തന്നെ 2021 2026 കിട്ടിയ ഏറ്റവും കുറവ് വോട്ടാണിത്. പക്ഷേ ഇതിനു മുമ്പ് അദ്ദേഹം 2016 കിട്ടിയതിനേക്കാൾ കേവലം 2000 വോട്ടുകൾ മാത്രമേ കുറവുള്ളൂ. പക്ഷേ കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ വളരെ കൂടി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതായത് 2016 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 50,000 വോട്ടാണ് പിടിക്കുന്നതെങ്കിൽ അത് 66,367 വോട്ടുകളായി വർദ്ധിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ അലയടിച്ച ആഞ്ഞടിച്ച UDF അനുകൂല തരംഗം യഥാർത്ഥത്തിൽ ധർമ്മടത്തും വലിയ തോതിൽ ആഞ്ഞടിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വളരെ സക്സസ്ഫുള്ളായ, വളരെ വിജിലൻ്റായ, വളരെ ഈ പറഞ്ഞ പോലെ തന്ത്രപരമായി കാര്യങ്ങൾ നീക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് നമ്മൾ പിണറായി വിജയനെ കണ്ടത്. പാർട്ടി നേതാവുമായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു CPM-ന് ആദ്യമായി തുടർഭരണം സമ്മാനിച്ച മുഖ്യമന്ത്രിയാണ്. പക്ഷേ 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം വലിയ തോതിൽ ഒരു ആൻറ്റി പിണറായി തരംഗം തന്നെ ആഞ്ഞടിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കേരളത്തിലെ സാധാരണ ആളുകൾക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത, മാധ്യമങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയാതിരുന്ന, പ്രവചിച്ചിട്ടുള്ള ആളുകൾ പോലും ഒരു 80-85 സീറ്റുകൾ വരെ പ്രവചിച്ചിരുന്ന ആളുകളാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഉണ്ടായിരുന്നില്ല. ഒരു യുഗം അവസാനിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി പിണറായി വിജയൻ ഒരുപക്ഷെ പാർട്ടിയെ നയിക്കുമെന്നോ പ്രതിപക്ഷ നേതാവായി തുടരുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായി തുടർന്നേക്കാം. പക്ഷേ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ നടത്തിയ പോലെയുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ അദ്ദേഹം ജയിച്ചിട്ടുള്ളത് 19,247 വോട്ടുകൾക്ക് മാത്രമാണ് എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ ധർമ്മടത്തടക്കം പാർട്ടിയിൽ നിന്ന്, പാർട്ടി അണികളായിട്ടുള്ള, പാർട്ടി മെമ്പർമാരായിട്ടുള്ളവരുടെ അടക്കം വോട്ടുകളിൽ നിന്ന് വലിയ മാറ്റമുണ്ടായിരിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാം, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാരണം, കേരളം മുഴുവൻ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്നു. വിശേഷ്യ പിണറായി വിജയനും അതുപോലെ തന്നെ CPM-നും ഉണ്ടായിരിക്കുന്നു. അതിൽ അങ്ങേയറ്റം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് ഉണ്ടായത്. സോ പിണറായി യുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഇത് ഏതാണ്ട് അവസാനിക്കുകയാണ് പാർട്ടിയിലും അതുപോലെ കേരളത്തിലും എന്നുള്ളത് മറന്നു പോകരുത്. ഇനി അദ്ദേഹം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത റോളുകൾ വഹിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളൂ. പ്രതിപക്ഷ നേതാവാകാൻ തന്നെ ആളുണ്ടാകുമെന്ന് വിചാരിച്ചു. ഏറ്റവും ഒടുവിൽ KN ബാലഗോപാൽ ജയിച്ചു വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകും എന്നാണ് വിചാരിക്കുന്നത്. പിണറായി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം അതുകൊണ്ട് ഒരു കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി പറഞ്ഞ പോലെ ഒരു സാധാരണ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അധികം തിരക്കില്ലാത്ത ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാനായിരിക്കും ആഗ്രഹിക്കുക എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്.